കുതിർത്തിയ പച്ചരി ഇരിപ്പുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. നല്ല വെജിറ്റബിൾ കുറുമയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാൻ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ഞാനിവിടെ ഒരു 2 മണിക്കൂർ 1 കപ്പ് പച്ചരിയും 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കുതിർത്തി വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ഉഴുന്ന് വേണ്ട കേട്ടോ, അത്രയും മതി. പിന്നെ അതേപോലെ തന്നെ അരക്കുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുമ്പായിട്ട് നമ്മൾ അവിലെടുത്തിട്ടുണ്ട്. വെള്ളം അവിൽ തന്നെ എടുക്കാൻ നോക്കുക, അപ്പോഴാണ് അപ്പത്തിന് കളർ ഉണ്ടാവുള്ളൂ. അതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട്, അരക്കപ്പ് അവിലാണ് കേട്ടോ ഉള്ളത്, വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിനൊരു 15 മിനിറ്റ് മാറ്റി വെക്കുക. അപ്പോൾ അരക്കുന്നതിന് ഒരു 15 മിനിറ്റ് ഇത് കുതിർത്തിയാൽ മതി. അതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഈ ഉഴുന്നും പച്ചരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള അവിൽ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് നല്ല ഫ്രഷ് ആയിട്ട് ചിരകിയെടുത്തിട്ടുള്ള തേങ്ങയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കും. മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കും. നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അപ്പം തന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കാൻ നിർബന്ധമൊന്നുമില്ല. ഞാൻ അപ്പം തന്നെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ തവ നല്ല ചൂടുണ്ടാവണം. അതിന് ശേഷം ഒഴിച്ചാൽ മാത്രമേ ഇതുപോലെ ഹോൾസ് വരുള്ളൂ. അപ്പോൾ നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതേ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ്. ഒരുപാട് നേരം നമ്മൾ അരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ശരവണ ഭവനിലെ കുറുമയാണ്. അതിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ധ്യാൻസ് കൺവർഗിച്ച് ഫോളോ ചെയ്യുക. താങ്ക്